കുറേ നാളായി നെയ്യപ്പം കഴിച്ചിട്ട്. അങ്ങനെ ഇരുന്നപ്പോൾ നെയ്യപ്പം കഴിക്കണമെന്ന് തോന്നി. അന്നേരം പിന്നെ നമുക്കങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് 1.25 കപ്പോളം ശർക്കരയൊന്ന് ഉരുക്കിയെടുത്ത് വെക്കാവേ. അതൊന്ന് തണുക്കട്ടെ. പിന്നെ ഞാൻ 4-5 മണിക്കൂറോളം 2 കപ്പ് പച്ചരി ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് കുതിർത്ത ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഞാനൊരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം പോയ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൂട്ടത്തിലൊരു 3-4 ഏലക്കായും പിന്നെ നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ചെറിയ തരിയോട് കൂടിയിട്ട് വേണേൽ അരച്ചെടുക്കാൻ. അരച്ചെടുത്തത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് ഈ മാവ് ഇതിപ്പോൾ രാത്രിയിലാണ് ഞാൻ റെഡിയാക്കി എടുത്തത്. ഇനി ഇത് നമ്മൾ എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് ചേർക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടാകുമ്പോൾ തേങ്ങാക്കൊത്തിട്ട് കൊടുത്ത് അതൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമുക്കിത് നമ്മൾ അരച്ചു വെച്ച മാവുണ്ടല്ലോ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എണ്ണ ഒരു സ്പൂണും കൊണ്ട് ഇങ്ങനെ മേലേക്ക് കോരി ഒഴിച്ച് ഇതുപോലെ പൊങ്ങി വരുമ്പോൾ നമുക്കിതങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഒന്ന് തിരിച്ചും മറിച്ചു വിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചു വിട്ട് ഇതിൻ്റെ കളറ് ഈ കളറായി വരുമ്പോൾ നമുക്ക് കോരി അങ്ങ് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലെ എണ്ണയൊക്കെ പോയ ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് പച്ചരി വെച്ചിട്ട് എനിക്കൊരു 14 നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല സോഫ്റ്റാണ്. അരികൊക്കെ നല്ല മൊരിഞ്ഞ് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല നെയ്യുടെ ടേസ്റ്റുള്ള നല്ല അടിപൊളി നെയ്യപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ പറയണ്ടല്ലോ, എനിക്കറിയാം നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുമെന്ന്. എന്നാലും പറയുക, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഓടി വരാം. അതുവരെ ടാറ്റാ.